ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി മ്യൂസിയം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയാണ് അവരുടെ മരണശേഷം അവരുടെ ഓർമ്മക്കായി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാക്കി മാറ്റിയത്. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുമ്പോൾ ധരിച്ചിരുന്ന രക്തം കലർന്ന വസ്ത്രം, അവരുടെ വിവിധ പുരസ്കാരങ്ങൾ, അവരെക്കുറിച്ചുള്ള വ്യത്യസ്തമായ വാർത്തകൾ, അവർ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ആ രാജ്യങ്ങൾ അവർക്ക് നൽകിയ സമ്മാനങ്ങൾ, ഇങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിനകത്ത് കാണാം. ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിംഗ് റൂം, അതുപോലെ തന്നെ അവരുടെ ലൈബ്രറി ഉൾപ്പെടെയുള്ള ഓഫീസ്. പക്ഷേ ഇതിനേക്കാളൊക്കെ എനിക്ക് വ്യത്യസ്തമായി ഫീൽ ചെയ്തൊന്ന് അവരുടെ പൂജാമുറിയാണ്. പൂജാമുറിക്കകത്ത് ശ്രദ്ധിച്ച കാര്യം ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ ആ മുറിക്കകത്തുണ്ട് എന്നതാണ്. മകനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലെ വ്യത്യസ്തമായ ചിത്രങ്ങൾ, അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ, വ്യത്യസ്തമായ പുരസ്കാരങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഇടം കൂടെ ഈ മ്യൂസിയത്തിനകത്തുണ്ട്. ശ്രീപെരുമ്പത്തൂരിൽ അതിക്രൂരമായി അദ്ദേഹം കൊല ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ചിന്നിച്ചിതറിയ വസ്ത്രാവശിഷ്ടങ്ങൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഭിത്തികളിൽ മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. 1984 ഒക്ടോബർ മാസം 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയുണ്ടകളേറ്റുകൊണ്ട് അവർ പിടഞ്ഞു വീണ് മരിച്ച ഇടവും അവിടെ കാണാം. ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രിയുടെ മരിക്കാത്ത ഓർമ്മകൾ.